CPM വയനാട് ജില്ലാ സമ്മേളന വേദിയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വിവാദ പരാമർശം ഉന്നയിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് മുന്നിലും പിന്നിലും അണിനിരന്നത് ന്യൂനപക്ഷ വർഗീയതയുടെ തീവ്ര വർഗീയ സംഘടനകളെന്നും വിജയരാഘവൻ പറഞ്ഞു. വർഗീയ ധ്രുവീകരണത്തിലൂടെ ഇടതുഭരണത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും വിജയരാഘവൻ ആരോപിച്ചു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPIM വയനാട് ജില്ലാ സമ്മേളന വേദിയിലാണ് A. വിജയരാഘവന്റെ വിവാദ പരാമർശം. കേരളത്തിൽ ഇടതുഭരണത്തെ വർഗീയ ധ്രുവീകരണത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങിയ വിജയരാഘവൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. ന്യൂനപക്ഷ വർഗീയതയുടെയും തീവ്ര വർഗീയ ശക്തികളുടെയും പിന്തുണയോടെയാണ് രണ്ടുപേരും വിജയിച്ചു പോയതെന്നും വിജയരാഘവൻ ആരോപിച്ചു. ഇവിടുന്ന് ഇപ്പോൾ രണ്ടാൾ ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹം വലിയ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി കൂടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാം ഇല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ? വർഗീയ ശക്തികളുടെ വോട്ട് നേടിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി. ഹിന്ദു വർഗീയതയ്ക്ക് പുറമെ ന്യൂനപക്ഷ വർഗീയതയും കൂട്ടിച്ചേർത്ത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്നും വിജയരാഘവൻ പരാമർശിച്ചു. അമൃത ന്യൂസ്, വയനാട്.